friends, welcome back to AlanAjaxcreationz. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ചിക്കൻ ടിക്ക ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ടിക്ക ബിരിയാണിയാണ്. എന്നും ബിരിയാണി വ്യത്യസ്തമായിട്ട് ചെയ്യാനുള്ളൂ, എന്നും ഒരേപോലെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് ചിക്കൻ ടിക്ക ബിരിയാണി. ഇത് ചിക്കൻ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ കഴുകി കഴിഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വെച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഈ കളറിലിരിക്കുന്നത്. ഇത് 1 കിലോ ചിക്കൻ ഉണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു ഹാഫ് ലൈം പിഴിഞ്ഞത്, പിന്നെ കുറച്ച് തൈര്, ഒരു 1/4 കപ്പ് തൈര്, പിന്നെ നമുക്ക് കുറച്ച് പൊടികളുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, പെപ്പർ 1 ടീസ്പൂൺ, എല്ലാം 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ, പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് കസൂരി മേത്തിയാണ്, മല്ലിയില ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് കിട്ടണത്. മല്ലിയില അല്ല, ഉലുവയുടെ ഇല. അതൊന്ന് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ പൊടിയായി വരും. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിടുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ല സ്മെല്ലും എല്ലാം വരും. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇവിടെ ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. ഞാൻ ആദ്യമേ ചിക്കനിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ മസാലയിലേക്കുള്ള കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി കുറച്ച് ഓയിൽ. ഞാനിവിടെ ഒഴിക്കുന്നത് ഒലിവ് ഓയിലാണ്. സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല, കോക്കനട്ട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. കോക്കനട്ട് ഓയിലാകുമ്പോൾ ആ വെളിച്ചെണ്ണയുടെ ഒരു മണം വരുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽസ് അങ്ങനെയാണ് യൂസ് ചെയ്യുക. ഞാനിവിടെ ഇപ്പോൾ ഒലിവ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ½ ആൻ അവറെങ്കിലും വെക്കണം, അരമണിക്കൂറെങ്കിലും വെക്കണം. നമ്മൾ തലേ ദിവസം ഇപ്പം ഇന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രി തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ വെക്കണം, ഫ്രീസറിലല്ല, മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാനിവിടെ ഇപ്പോൾ അരമണിക്കൂർ വെക്കുന്നുള്ളൂ. എല്ലാം മിക്സ് ചെയ്ത് അരമണിക്കൂർ വെക്കണം. ഇതാ എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. 1 മണിക്കൂർ, അരമണിക്കൂർ കുറഞ്ഞത് വെക്കണം, മിനിമം വെക്കണം. അതിൽ കൂടുതലായതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കണം. ഒലിവ് ഓയിൽ തന്നെയാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. അധികമൊന്നും വേണ്ട, കുറച്ച് മതി. അത് തന്നെ എല്ലായിടത്തേക്കും ഒന്ന് പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് എടുത്ത് വയ്ക്കാം. ഇപ്പം ഞാനിവിടെ ചിക്കൻ അങ്ങനെ എടുത്തിട്ടുള്ളൂ, അല്ലാതെ ഇന്ന പീസ് എന്ന് പറഞ്ഞിട്ടൊന്നും എടുത്തിട്ടില്ല. ലെഗ് പീസ് തനിയെ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി കാണാനും ഭംഗിയുണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. ഇവിടെ ഞാൻ മൊത്തത്തിൽ ചിക്കൻ 1 കിലോ ചിക്കൻ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്ത് വെക്കുന്നത്. ഇന്ന പീസ് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടൊന്നുമില്ല. ഇത് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കൊന്നും വേണ്ട, ഒന്ന് എണ്ണയിലൊന്ന് ചൂടായിട്ട് വേവുന്ന മാതിരി അങ്ങനെ ആയിട്ട് എടുത്താൽ മതി. അല്ലാതെ നമ്മൾ ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന മാതിരിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, മൂടി വയ്ക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും മറിച്ചിടുക. അത് ഇടയ്ക്ക് നോക്കണം, മൂടി വെച്ച് അങ്ങനെ തന്നെ പോകരുത്. ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാ ചിക്കനും ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് ചൂടാവണ മാതിരിയുള്ള ഒരു ഫ്രൈ, അങ്ങനത്തെ ഫ്രൈ ആക്കിയിട്ട് ജസ്റ്റ് ആ ചിക്കൻ ഇങ്ങനെ എണ്ണയിൽ കിടന്നൊന്ന് വേവുന്ന മാതിരി അങ്ങനെ ആക്കിയിട്ട് നമുക്കെടുക്കാം. നമ്മൾ ചിക്കൻ ഇട്ടിട്ട് 5 മിനിറ്റിലധികം ആയിട്ടുണ്ട്. അപ്പം ഞാനതെല്ലാം മറിച്ചിടുകയാണ്.
അതിൽ നിന്ന് തന്നെയുള്ള തനിയുള്ള വെള്ളം വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് സമയം വരെ വെക്കാം. അതിന് ശേഷം ചിക്കൻ വെന്തെങ്കിൽ നമുക്കെടുത്തിട്ട് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ചിട്ടിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോഴേക്കും എന്താ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് സെക്കൻഡ് ട്രിപ്പ് ഇടാനുണ്ട്. ഓവറായിട്ട് അങ്ങനെ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞ മാതിരി ഓവറായി ഫ്രൈ ആവണ്ട. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ സെക്കൻഡ് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അതാവുന്ന സമയത്ത് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ നമ്മുടെ ജീരകം, ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡ്, അതൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, അത് ഒരു 3-4 എണ്ണം വീതം എടുത്താൽ മതി. എല്ലാം കൂടി നമുക്ക് ഈ ഓയിൽ ചൂടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് സവോള, 3 സവോള സ്ലൈസ് ചെയ്തതാണ്. ഒരു മീഡിയം സൈസ് സവോളയാണ്, അധികം വലുതല്ല ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി വലുപ്പമുണ്ടെങ്കിൽ 2 എണ്ണം എടുത്താലും മതി. നല്ല വലിയ സവോള ആണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇത് ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ബീറ്റ്റൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഉണ്ട്. അതൊരു ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇടുമ്പോൾ ആ ഒരു ബീറ്റ്റൂട്ടിൻ്റെ കളറും കൂടി വരുമ്പോൾ നല്ലൊരു കളറായിരിക്കും ഉണ്ടാവുക. അതിനു വേണ്ടിയാണ് അതിട്ട് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് ബീറ്റ്റൂട്ടും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് മതി, അധികമൊന്നും വേണ്ട. അതിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നമ്മൾ സവോള വഴറ്റാനിട്ടത് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അത് കളർ നമുക്ക് അത്ര പെട്ടെന്ന് അറിയില്ല, ബീറ്റ്റൂട്ട് ഇട്ടോക്കണ കാരണം. അപ്പോൾ അതിലേക്ക് ഞാനിനി പൊടികൾ ഇടാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എല്ലാം 1/2 ടീസ്പൂൺ വീതമാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അത് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം, ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ രണ്ടും മിക്സ് ആക്കിയിട്ട് ഇടാം. സാധാരണ മുളക് പൊടിയും കാശ്മീരി ചില്ലി മിക്സ് ആക്കിയിട്ട് ഇടാം, എങ്ങനെ വേണമെങ്കിൽ ഇടാം. അത് എരിവിനനുസരിച്ചിട്ട് ഞാനിവിടെ കാശ്മീരി മാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് 2 ടീസ്പൂൺ എടുത്തിരിക്കുന്നു. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ പൊടികളുടെ പച്ചമണം പോയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിനി 2 ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അതും മീഡിയം സൈസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 1 ആയാലും മതി. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൊടുക്കാം. 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ചേർത്താൽ മതി. തക്കാളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ഒന്ന് വഴന്നിട്ടുണ്ട്, നന്നായി ആയിട്ടില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ കസ്തൂരി മേത്തി എടുത്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അത് കൈ കൊണ്ടൊന്ന് പൊടിച്ച് കഴിഞ്ഞാൽ നല്ല പൊടിയായി വരും. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ ചിക്കൻ്റെ മാരിനേറ്റ് ചെയ്തതിൻ്റെ കുറച്ച് വെള്ളം ഇങ്ങനെ ബാക്കിയുണ്ട്, മാരിനേറ്റ് ചെയ്ത് വെച്ചത്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അതിലൊരു സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഒഴിച്ചിട്ട് നമുക്കിനി മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ച് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ വയ്ക്കാം. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നത് തുറന്ന് നോക്കാം. മസാല എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മസാലയിലേക്കുള്ള ഉപ്പ്
നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്യേണ്ടത് 1/4 കപ്പ് തൈരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ഇത് ആഫ്രിക്കൻ മല്ലിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, കട്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പുതിനയില ഇതും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്യാം. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ്, അതിൽ കൂടുതൽ 2 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. കറക്റ്റ് 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. 2 മിനിറ്റ് ആയിട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. അതാ ഇങ്ങനെയുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് വെച്ച് കൊടുക്കാം. ചാർക്കോൾ ഇത് കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. ചാർക്കോൾ കത്തിപ്പിടിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതൊന്ന് ചാർക്കോള് പാത്രത്തിലേക്ക് വെക്കാം. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. ഈ പാത്രത്തിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് ചാർക്കോള് ഇതിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ വെളിച്ചെണ്ണയോ ഏത് ഓയിലായാലും കുഴപ്പമില്ല, കുറച്ച് അതിൻ്റെ മേലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വയ്ക്കാം. മൂടി വയ്ക്കുമ്പോൾ ആ പുകയെല്ലാം അതിൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ നല്ലൊരു സ്മെല്ല്, നല്ലൊരു ഫ്ലേവർ വരും. ഇപ്പോൾ നമ്മൾ റൈസ് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ പാത്രം കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം. 1/4 സ്പൂൺ ഇടാം. 1/4 ടീസ്പൂൺ നെയ്യ് ഇട്ടു. ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക 2-3 പീസ് വീതം മതി. അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പുതിനയില, അധികമൊന്നുമില്ല, ഒരു 5-10 ഇല അതതിലേക്ക് ഇട്ട് കൊടുക്കും. ഞാനിവിടെ 4 ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത്. 4 ഗ്ലാസ് റൈസ് എന്ന് പറഞ്ഞാൽ 4 ഗ്ലാസ് ജീരകശാല റൈസാണ്. അതിന് ഞാൻ സാധാരണ ഒഴിക്കുക 6 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാണ്. 6 ഗ്ലാസ് വെള്ളം അളന്ന് ഒഴിക്കുന്നതാണ്. 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ വെള്ളം തിളയ്ക്കുന്നത് വരെ വയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇപ്പോൾ ഉപ്പ് ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരി അതിലേക്ക് ഇടാം. നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചത് നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരി കഴുകി വെച്ചത് ഇട്ട് കൊടുക്കാം. അരി മൊത്തം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് റൈസ് വേവിച്ചെടുക്കാം. ഞാൻ ഊറ്റിയെടുക്കല്ല ചെയ്യണത്, പാകത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നമ്മുടെ റൈസ് ആയിട്ടുണ്ട്. ഇതാ കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ദമ്മാക്കി എടുക്കാം. നമ്മൾ ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനിൽ. അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചാർക്കോളെല്ലാം കത്തി കഴിഞ്ഞിട്ടുണ്ട്. ചാർക്കോളിൻ്റെയും ഇതായിട്ടുള്ള നല്ല സ്മെല്ലുണ്ട്. ഇനി നമുക്കപ്പോൾ ഇതിന്ന് കുറച്ച് ചിക്കൻ ഈ റൈസിലേക്ക് ഇട്ടിട്ട്, ഞാൻ ഫുള്ളായിട്ട് ദമ്മല്ല ചെയ്യണത്, റൈസിൻ്റെ സെൻറ്ററിൽ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ ആദ്യം റൈസിനെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സൈഡിലോട്ട് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ ഇടുകയാണ് ചെയ്യണത്. നമ്മൾ കുറച്ച് ചിക്കൻ്റെ ഗ്രേവിയോട് കുറച്ച് അധികം ഗ്രേവി ഒന്നും ഇല്ല ചിക്കനിൽ ഉള്ള ഗ്രേവി കുറച്ച് പീസും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടതിന് ശേഷം അവിടെ റൈസ് നമ്മൾ മാറ്റി വെച്ച റൈസെല്ലാം ഇങ്ങോട്ട് തന്നെ തട്ടിക്കൊടുക്കണം. അതിന് ശേഷം കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഉണ്ട്, അത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. സവാള വഴറ്റി ഇടുന്നവർക്ക് സവാള ഇടാം, അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുന്നവർക്ക് അത് ഇടാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല, സിമ്പിളായിട്ട് ഇത് മാത്രമേ ഇടണമെന്നുള്ളൂ. ഇതിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യ്, അധികമൊന്നും വേണ്ട, ഒരു ടീസ്പൂൺ കൊണ്ട് തന്നെ എല്ലായിടത്തേക്കും ഒന്ന് ആവുന്ന മാതിരി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ചാർക്കോൾ വെക്കണം. ചാർക്കോൾ ഇത് കഴിഞ്ഞിട്ട് കത്തിച്ച് വെക്കാം. ആദ്യം ഒന്ന് മൂടി വെച്ചൊന്ന് ചൂടാവട്ടെ. നമ്മൾ ചാർക്കോൾ കത്തിച്ചിട്ടുണ്ട്. അതിതാ പാത്രം വെച്ച് നമ്മൾ ചിക്കനിൽ വെച്ച മാതിരി തന്നെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഈ പുക വരുന്നതോടുകൂടി നമ്മൾ നന്നായി മൂടി വയ്ക്കുക. ഇതിൻ്റെ മേലെ കുറച്ച് വെയിറ്റ് ഉള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാത്രം കടായി വെച്ചിരിക്കുന്നത് ദോശക്കല്ലിൻ്റെ മേലെയാണ്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മാത്രം തീ കത്തിച്ചാൽ മതി. അത് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഈ പുക കഴിയുന്നത് വരെ ഇങ്ങനെ തന്നെ ഇരിക്കുക. നന്നായി മൂടി വെക്കണം, എന്നാലാണ് ആ പുക അതിലേക്ക് നന്നായി വരുള്ളൂ. അപ്പോൾ നമ്മൾ ദമ്മിട്ടത് തുറന്ന് നോക്കാൻ പോവാണ്. നല്ല മണം വരുന്നുണ്ട്. ഞാനിത് കത്തിച്ച് വെച്ചത് ഇപ്പോഴും അതിൻ്റെ പുകയും ഇതും പോയി കഴിഞ്ഞിട്ടില്ല. അതതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ടിക്ക ബിരിയാണി പല വിധത്തിൽ ഉണ്ടാക്കാം കേട്ടോ. ഇത് തന്നെ വേറെയും വിധത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ചിക്കൻ ടിക്ക തന്നെ നമ്മൾ ഒരു വിധത്തിൽ ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. ചിക്കനും ബീഫും മട്ടനൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മറിച്ചൊക്കെ കുറേ തരത്തിലുണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നല്ല സ്മെല്ലാണ് ആ ചാർക്കോൾ കത്തിച്ച് വെച്ചതിൻ്റെ വരുന്നത്. നമുക്ക് ടേസ്റ്റർ ബ്രൗണിയെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അത് ടേസ്റ്റർ ബ്രോ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സൂപ്പറായിട്ട് നല്ല അടിപൊളി ചിക്കൻ ടിക്ക ബിരിയാണിയാണ്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ചാർക്കോളിൻ്റെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.